ജനസേവാ ശിശുഭവൻ നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ കായിക പരിശീലനത്തിനായി ആരംഭിച്ച സ്പോർട്സ് അക്കാദമി പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. വളർന്നുവരുന്ന തലമുറയുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം കൊടുക്കുന്നതിനു വേണ്ടി ജനസേവ ആരംഭിച്ചിരുന്ന സ്പോർട്സ് അക്കാദമി നമ്മുടെ നാടിന് ഒരു അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനസേവാ ശിശുഭവൻ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ജനസേവ സ്പോർട്സ് അക്കാദമി എന്ന പേരിൽ നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായിട്ട് ഒരു സ്പോർട്സ് അക്കാദമി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ്. 1996 ആലുവ ജനസേവ എന്ന പേരിൽ ജനസേവ ശിശുഭവൻ രൂപം കൊണ്ടത്. അന്നത്തെ രംഗങ്ങൾ പറയുമ്പോൾ നിരവധി കുട്ടികൾ അന്ന് തെരുവുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും എല്ലാം ഭിക്ഷയാചിച്ച് പട്ടിണി കോലങ്ങളായി കഴിയുകയുണ്ടായി. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ പേര് കൂടി ചേർന്ന് ആലുവ ജനസേവ എന്ന പേരിട്ട് ഞങ്ങൾ ഒരു സംരംഭം ആരംഭിച്ചത്. അങ്ങനെ നിരവധി കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ജനസേവ ശിശുഭവനെ രക്ഷപ്പെടുത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് 2018 ആയപ്പോഴേക്കും ചില സാമൂഹിക ദ്രോഹികളും അതോടൊപ്പം തന്നെ കുറേ അസൂയ ആൾക്കാർക്ക് കൂടി ഈ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അധികാരവർഗത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇല്ലാവചനം പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തെ നിരവധി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുകയുണ്ട്. അതിൻ്റെ ഫലമായി നിരവധി കുട്ടികളുടെ ഭാവി നശിപ്പിച്ചു കളഞ്ഞു. നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് പരിശീലന പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സ് താരം അനിൽഡ തോമസ് മുഖ്യാതിഥിയായി. ജനസേവാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. ആലുവ സെറ്റിൽമെന്റ് സ്കൂളിന് സമീപമുള്ള 25,000 ചതുരശ്ര അടി വരുന്ന ജനസേവാ ശിശുഭവന്റെ കെട്ടിടമാണ് സ്പോർട്സ് അക്കാദമിയായി മാറിയിരിക്കുന്നത്. 2000-ഓളം കുട്ടികളെ തെരുവിന്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച വലിയ പ്രസ്ഥാനത്തെ ഇവരുടെ ഈ തെറ്റായ നയമൂലം, അധികാരികളുടെ തെറ്റായ നയമൂലം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈരാഗ്യ അജണ്ട മൂലം ഈ സ്ഥാപനത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. 2026 ഫെബ്രുവരി 22 ഇന്ന് ഞങ്ങൾ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ച് അതിൻ്റെ ഉദ്ഘാടനം ജനസേവയുടെ ഫൗണ്ടറായ ജനസേവയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്ത് ഇന്നിപ്പോൾ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരും, ഒത്തിരി പേര് ഈ പ്രസ്ഥാനത്തിന് സഹകരിക്കുന്നുണ്ട്. ആലുവയിൽ തന്നെ കേരളത്തിൽ തന്നെ നിരവധി പേര്, സമൂഹത്തിൻ്റെ നന്മ നിറഞ്ഞ നല്ല മനസ്സുള്ള നിരവധി ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്, ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ആ ഒരു വലിയ പരിശ്രമഫലമായാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇനിയും നിരവധി പേരുടെ സഹായ സഹകരണം കൊണ്ട് ഈ സ്ഥാപനം വലുതാകുന്നു. ഇവിടെ പാവപ്പെട്ടവരായ എല്ലാ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവി സുരക്ഷിതമാകുന്നതിന് വേണ്ടി ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കുന്നതാണ്. നല്ലൊരു സ്പോർട്സ് കോച്ചിങ് നടത്തിയിട്ട്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാസ്കറ്റ് ബോള്, വോളിബോള്, ഷട്ടില്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, നിരവധി നല്ല കളികളെല്ലാം പഠിപ്പിച്ച് ഇവരെ മറ്റു കുട്ടികളെക്കാളും ഉയർന്ന നിലവാരമുള്ള കുട്ടികളേക്ക് വളർത്തുവാനുള്ള ഒരു തീവ്ര പരിശ്രമത്തിൻ്റെ ഫലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി എല്ലാവരുടെയും ആത്മാർത്ഥ പരിശ്രമം, സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പെൺകുട്ടികൾക്ക് സൗജന്യ കായിക പരിശീലനം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് ജനസേവയുടെ ലക്ഷ്യം. അക്കാദമിയിലെ പരിശീലകരായി 3 വനിതാ കോച്ചുമാരെയും നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ CM ഹൈദരാലി, UC കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ബിന്ദു M കരുമാലൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് TM മുജീബ്, വാർഡ് മെമ്പർ EM അബ്ദുൽ സലാം, MM ജേക്കബ്, ചിന്നട്ടി പൈനാടത്ത്, ജാവൻ ചാക്കോ, ഡോക്ടർ ഫ്രെഡി സൈമൺ, ജോർജ് ജോൺ വാലത്ത്, ജോസഫ് M പുതുശ്ശേരി, AS സുരേന്ദ്രകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ സന്മനസ്സുള്ളവരുടെ കൂട്ടായ്മയിൽ 1996 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയ ആലുവ ജനസേവ 1999 തെരുവു മക്കളില്ലാത്ത ഇന്ത്യ എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി ജനസേവാ ശിശുഭവൻ ആരംഭിച്ചത്. സാമൂഹ്യ സേവനത്തിന്റെ 30 വർഷങ്ങൾ പിന്നിട്ട ജനസേവ ഇന്ന് ദേശീയ തലത്തിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 2024 ജൂണിൽ ചേരി പ്രദേശങ്ങളിലെ കുട്ടികളുടെ സമുദ്ധാരണത്തിനു വേണ്ടി രാജസ്ഥാനിലെ അജ്മീർ കേന്ദ്രമായി ജനസേവ ഉഡാൻ അക്കാദമിയും 2025 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനസേവ വൺതാര അക്കാദമിയും ആരംഭിച്ചിട്ടുണ്ട്. രണ്ടിടത്തുമായി 1000-ൽ പരം കുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്നു. 1999 അന്നത്തെ കേരള ഗവർണർ സുഖ്ദേവ് സിംഗ് ആണ്
6 മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വെവ്വേറെ നിർമ്മിച്ച ജനസേവാ ശിശുഭവന്റെ ഗേൾസ് ഹോം, ബോയ്സ് ഹോം എന്നിവയുടെ ഉദ്ഘാടനം നടത്തിയത്. പിന്നീട് 2002 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി തുടങ്ങിയ ജനസേവ ഫൗണ്ടലിംഗ് ഹോം 2025 ജനസേവയിലെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ജനസേവ സ്പോർട്സ് അക്കാദമിയും ജനസേവ ശിശുഭവന്റെ ഭാഗമായി. തെരുവിലെ യാതനകളിലും പീഡനങ്ങളിലും ഉഴറി ഒരുപക്ഷെ ജീവിതം നശിച്ചു പോകേണ്ടിയിരുന്നവരും ക്രിമിനൽ സംഘങ്ങളിൽപ്പെട്ട സാമൂഹ്യ വിരുദ്ധരാകേണ്ടിയിരുന്നവരുമായ 2000-ൽ പരം കുട്ടികൾ ജനസേവ ശിശുഭവനിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ യാതൊരു സഹായമോ ഗ്രാന്റുകളോ കൂടാതെ സന്മനസ്സുള്ളവരുടെ സഹായത്തോടെയാണ് ഈ പ്രസ്ഥാനങ്ങൾ എല്ലാം ജനസേവ നടത്തിക്കൊണ്ടു പോകുന്നത്. പ്രത്യേക മതത്തിന്റെയോ രാഷ്ട്രീയ സംഘടനകളുടെയോ പിൻബലമില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ജനസേവാ ശിശുഭവൻ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇന്നത്തെ നിലയിലെത്തിയിട്ടുള്ളത്. ജനസേവയുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരും സ്വാർത്ഥമതികളായ ചില സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ കഴിവിനൊത്ത് പരിശ്രമിച്ചിട്ടും അധികാര ദുർവിനിയോഗം നടത്തിയിട്ടും അവയെല്ലാം അതിജീവിച്ച് പാവപ്പെട്ട നിരാലംബരായ പൈതങ്ങളുടെ ആശ്രയ കേന്ദ്രമായി ജനസേവ ഇന്നും നിലകൊള്ളുന്നു. ബാങ്ക് ജീവനക്കാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആയുർവേദ തെറാപ്പിസ്റ്റുമാർ, ഫാഷൻ ഡിസൈനർമാർ, ബ്യൂട്ടീഷ്യന്മാർ, ഷെഫുമാർ, ഇതര സ്റ്റാർ ഹോട്ടൽ ജീവനക്കാർ, ടെക്സ്റ്റൈൽ ജീവനക്കാർ, ഓഫീസ് ജീവനക്കാർ, കമ്പനി തൊഴിലാളികൾ, സന്തോഷ് ട്രോഫി താരം ഉൾപ്പെടെ നിരവധി ജില്ലാ സംസ്ഥാന കായിക താരങ്ങൾ തുടങ്ങി സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവരുടെ ഒരു നീണ്ട നിര തന്നെ ജനസേവയുടെ അഭിമാനമായി ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലുണ്ട്. ഇതിൽ 27ഓളം പെൺകുട്ടികളെ ജനസേവ മുൻകൈയെടുത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അവർ സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കുകയും ചെയ്യുന്നു. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ.